സുഭാഷ് ചന്ദ്രബോസ് 1897 ജനുവരി 23 ഒറീസയിലെ കട്ടക്കിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചു. ഒരു വിപ്ലവ നേതാവായിരുന്നു ഇദ്ദേഹം. 1921 ലണ്ടനിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു. 1927 ബംഗാൾ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്നു. പിന്നീട് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിപ്ലവ പ്രവർത്തനങ്ങളുടെ പേരിൽ പലതവണ തടവിൽ കിടന്നു. 1943 ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു. 1945 ഒരു വിമാന അപകടത്തിൽ നേതാജി കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗത് സിംഗ് വിപ്ലവത്തിലൂടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സിഖുകാരനാണ് ഭഗത് സിംഗ്. പഞ്ചാബിലെ ബൽഗായിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു കുടുംബത്തിലാണ് ഭഗത് സിംഗ് ജനിച്ചത്. ജനനം 1907 സെപ്റ്റംബർ 8. ബംഗാളിലും ലാഹോറിലും പഠിച്ചു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പഠനം ഉപേക്ഷിച്ച് നിസ്സഹരണ പ്രസ്ഥാനത്തിൽ ചേർന്നു. 1926 നവജവാൻ ഭാരത് സഭ രൂപീകരിച്ചു. പിന്നീട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന പേരിൽ അഴിച്ചുപണി നടത്തി. 1929 ഏപ്രിൽ 8 ചില സുഹൃത്തുക്കളോടൊപ്പം അസംബ്ലി ഹൗസിന് നേരെ ബോംബാക്രമണം നടത്തി. 24-ാം വയസ്സിൽ 1931 മാർച്ച് 23 ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ദളിതരുടെ ഉന്നമനത്തിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച അതുല്യ നേതാവായിരുന്നു ഭീമറാവു രാംജി അംബേദ്കർ. മഹാരാഷ്ട്രയിലെ ബറോഡയിൽ 1893 ഏപ്രിൽ 14 ജനിച്ചു. ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA പാസ്സായി. അന്യരാജ്യങ്ങളിൽ നിന്ന് MA ബാർ അത്ല, ഡോക്ടറേറ്റ് എന്നീ ബിരുദങ്ങൾ നേടി. ദളിതർക്ക് സ്കൂളുകളിലും കോളേജുകളിലും പ്രവേശാനുമതി ലഭിക്കുന്നതിനും അയിത്തോച്ചാടനത്തിനും വേണ്ടി പ്രവർത്തിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമവകുപ്പ് മന്ത്രിയായിരുന്നു അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റി ചെയർമാനായിരുന്നു. 1956 3 ലക്ഷം അനുയായികളെ കൂട്ടി ബുദ്ധമതത്തിൽ ചേർന്നു. അതേ വർഷം ഡിസംബർ 6 അന്തരിച്ചു. 1990 മരണാനന്തര ബഹുമതിക്കായി ഭാരതരത്നം നൽകി രാഷ്ട്രം അംബേദ്കറെ ആദരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ വിശ്വമഹാകവി എന്നറിയപ്പെട്ട ടാഗോർ 1861 മെയ് 8 ബംഗാളിലെ കൊൽക്കത്തയിൽ ജനിച്ചു. 1913 ഗീതാഞ്ജലി എന്ന കാവ്യത്തിന് നോബൽ സമ്മാന ജേതാവായി. ശാന്തിനികേതൻ, വിശ്വഭാരതി എന്നിവ സ്ഥാപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ടാഗോർ. നിരവധി സമരഗാനങ്ങൾ രചിച്ചു. ഇന്ത്യയുടെ ദേശീയ ഗാനമായിരുന്ന ജനഗണമനയുടെ രചയിതാവാണ്. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ ആവേശകരമായ സമരഗാനങ്ങളുമായി ഇദ്ദേഹം ജനങ്ങളെ നയിച്ചു. ബാലഗംഗാധര തിലകൻ, അരവിന്ദ ഘോഷ് എന്നീ ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ടാഗോർ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. ജാലിയൻ വാല കൂട്ടക്കൊലയിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും സ്ഥാനം നിരാകരിക്കുകയും ചെയ്തു. 1941 ആഗസ്റ്റ് 7 അന്തരിച്ചു. ബാലഗംഗാധര തിലക് 1856 ജൂലൈ 23 മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ജനിച്ചു. സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടും എന്ന് പ്രഖ്യാപിച്ച വിപ്ലവ നേതാവായിരുന്നു തിലകൻ. ബിരുദം നേടി പൂനെ ഫർഗൂസൻ കോളേജിൽ പ്രൊഫസറായി സംസ്കൃതത്തിലും ഗണിതശാസ്ത്രത്തിലും അവഗാഹമുണ്ടായിരുന്നു.
ബ്രിട്ടീഷ് ഭരണത്തെ പത്രങ്ങളിലൂടെ രൂക്ഷമായി വിമർശിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം 4 മാസത്തെ തടവ് ശിക്ഷയ്ക്ക് വിധേയനായി. 1895 ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും 2 വർഷം സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 1920 ഓഗസ്റ്റ് 1 അന്തരിച്ചു. അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുൽ കലാം 1888 നവംബർ 11 മക്കയിൽ ജനിച്ചു. സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്ന ഇദ്ദേഹം പേർഷ്യൻ, അറബി, ഉറുദു എന്നീ ഭാഷകളിൽ പാണ്ഡിത്യം നേടി. 1912 ഹിലാൽ എന്ന പത്രം തുടങ്ങി. 2ാം വർഷം അത് നിരോധിക്കപ്പെട്ടു. പിന്നീട് അൽ-ബലാഗ് എന്ന പത്രം ആരംഭിച്ചു. ആസാദിൻ്റെ പത്രക്കുറിപ്പുകൾ സർക്കാരിനും സമൂഹത്തിനും വെല്ലുവിളിയായി. 1920 ഗാന്ധിജിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോടൊപ്പം നിസ്സഹരണ പ്രസ്ഥാനത്തിൽ ചേരുകയും ചെയ്തു. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് തടവിലായി. 6 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനം വഹിച്ചു. 1958 ഫെബ്രുവരി 22 അന്തരിച്ചു. സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടിരുന്ന സരോജിനി നായിഡു 1879 ഹൈദരാബാദിൽ ജനിച്ചു. ദ ബേർഡ് ഓഫ് ടൈം, ദ ഗോൾഡൻ ത്രഷോൾഡ്, ദ ബ്രോക്കൺ വിങ് എന്നീ കവിതാ സമാഹാരങ്ങൾ അവരെ പ്രശസ്തമായ ഒരു കവയിത്രിയാക്കി. ഗാന്ധിജിയുടെ ആദർശങ്ങളെ സരോജിനി നായിഡു പിന്തുടർന്നിരുന്നു. നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് ജയിലിലടക്കപ്പെട്ടു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കവേ ഗാന്ധിജിയോടൊപ്പം അഗാഖാൻ കൊട്ടാരത്തിൽ തടവിലായി. 1925 കാൺപൂരിൽ നടന്ന കോൺഗ്രസ് യോഗത്തിൽ അധ്യക്ഷം വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യക്കാരിയായ ആദ്യ വനിതാ അധ്യക്ഷയാണ്. ഇവർ സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ഉത്തർപ്രദേശിലെ ഗവർണറായി. രാജ്യത്തെ ആദ്യ വനിതാ ഗവർണർ എന്ന സ്ഥാനം നേടി. 1949 മാർച്ച് 2 അന്തരിച്ചു. രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ പ്രമുഖ മത-സാമൂഹിക പരിഷ്കർത്താവായിരുന്ന രാജാറാം 1772 ബംഗാളിൽ ജനിച്ചു. ചെറുപ്പത്തിലെ വേദോപനിഷത്തുകൾ സ്വായത്തമാക്കി. ബഹുഭാരത്വം, സതി എന്നീ ദുരാചാരങ്ങളെ ശക്തിയുക്തം എതിർക്കുകയും വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കുറച്ചുകാലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ജോലി നോക്കിയെങ്കിലും പിന്നീട് അത് ഉപേക്ഷിച്ച് മത-സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചു. 1829 സതി എന്ന ആചാരത്തിനെതിരെ പ്രക്ഷോഭം നടത്തി. അത് നിരോധിപ്പിച്ചു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന രാജാറാം ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകനും കൂടിയായിരുന്നു. 1833 സെപ്റ്റംബർ 27 അന്തരിച്ചു.